വേർഡ് ടു വേൾഡ് ടെലിവിഷൻ്റെ വെൽനസ് പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വെൽനസ് പ്രോഗ്രാമിൻ്റെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻസ് ഫിസിക്കൽ ആക്ടിവിറ്റി ട്രെയിനിങ് പ്രോഗ്രാം ഇൻ സീനിയർ സിറ്റിസൺസ്. ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനായി നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ജിബു ജോർജ് വർഗീസ്, പ്രൊഫസർ ഓഫ് ശ്രീരാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ചെന്നൈ. വെൽക്കം സർ. താങ്ക് യു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മസിൽ സ്ട്രെങ്തിനെ കുറിച്ച് കേട്ടു. അടുത്തത് ഇനി എന്തായിരിക്കും സർ? യെസ്, അടുത്ത കോമ്പണൻറ്റ് നമുക്കുള്ളത് മസിൽ ഫറ്റീഗാണ്. മസിൽ എൻഡ്യൂറൻസ്, മസിൽ ഫറ്റീഗ്. മസിൽ ഫറ്റീഗിന് കൊടുക്കുന്ന ട്രെയിനിങ്ങിൻ്റെ പേരാണ് മസിൽ എൻഡ്യൂറൻസ് ട്രെയിനിങ്. പക്ഷേ അതിനു മുമ്പേ എനിക്ക് ഈ മസിൽ സ്ട്രെങ്ത്തിനെ തുടർന്നുള്ള ഒരു പർട്ടിക്കുലർ ട്രെയിനിങ്ങിൻ്റെ കാര്യം പറയാനുള്ളത് ന്യൂറോ മസ്കുലർ ട്രെയിനിങ്. ഇപ്പോൾ ന്യൂറോ മസ്കുലർ ട്രെയിനിങ്ങിലാണെങ്കിൽ നമ്മൾ ഇന്നത്തെ പ്രായമുള്ളവരുടെ കമ്മ്യൂണിറ്റിയിൽ കൂടുതലും കേൾക്കുന്ന ഇഞ്ചുറിയുടെ കാരണം എന്തുമായിരിക്കും? തെന്നി വീഴുക, ഡ്രിപ്പ് ചെയ്ത് വീഴുക. അത് തന്നെ, കറക്റ്റായിട്ട് പറഞ്ഞു, അതിന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ എന്തുകൊണ്ട് പ്രായമുള്ളവർ സ്ലിപ്പാകുന്നു അല്ലെങ്കിൽ ട്രിപ്പാകുന്നു, അത് എന്തുമായിരിക്കും അതിൻ്റെ ഉള്ള കാരണം? അതിന് പറയുന്നതാണ് റിയാക്ഷൻ ടൈം. ഇപ്പോൾ പ്രായം കുറഞ്ഞവരാണെങ്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു കല്ലെ തട്ടി വീഴാൻ പോകുന്നു. അപ്പോൾ അവരുടെ അടുത്ത സ്റ്റെപ്പ് എന്തുമായിരിക്കും? അവർ കല്ലെ തട്ടിയ കാല് വിട്ടിട്ട് മറ്റേ കാല് ഓപ്പോസിറ്റ് ആൾട്ടർനേറ്റ് ആയിട്ടുള്ള കാലെടുത്ത് മുമ്പോട്ട് വയ്ക്കും. അതൊരു പ്രൊട്ടക്റ്റീവ് റിഫ്ലെക്സ് ആണ്. പെട്ടെന്ന് എടുത്ത് വയ്ക്കുന്നതെന്ന് പറയുന്നതാണ് പ്രൊട്ടക്റ്റീവ് റിഫ്ലെക്സ്. അതൊരു റിഫ്ലെക്സ് ആണ്. ആ റിഫ്ലെക്സിന് എടുക്കുന്ന സമയത്തിന് നമ്മൾ പറയുന്നതാണ് റിയാക്ഷൻ ടൈം. സോ ആ ഒരു റിയാക്ഷൻ ടൈം കൊണ്ടുവരണമെങ്കിൽ അവരുടേതായ മെൻ്റൽ അലേർട്ട്നെസ്, പിന്നെ അവരുടെ ആ മസിൽസിൻ്റെ ആ പ്രിപ്പയർഡ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ആ മസിലിന് അതിനനുസരിച്ചുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ആ ഒരു വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. പെർഫെക്റ്റ് ആയിരിക്കത്തില്ല. ഒരുപക്ഷെ നമ്മൾ ആ റിയാക്ഷൻ ടൈമിൽ നമ്മൾ കൊടുക്കുന്ന അടുത്ത സ്റ്റെപ്പ് കൊണ്ട് നമുക്കൊന്ന് ബാലൻസ് ചെയ്ത് ആ വീഴ്ചയുടെ ആ സ്ട്രെങ്ത് കുറയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ആ വീഴ്ചയുടെ ആഴം കുറച്ചിട്ട് രണ്ട് കൈയും സപ്പോർട്ട് ചെയ്ത് പെതിക്കെ പോയി ലാൻഡ് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം പ്രായമുള്ളവർ തട്ടി വീഴുമ്പോൾ, ഒരു കല്ലേലോ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് മിസ്സായോ അല്ലെങ്കിൽ സ്ലിപ്പായി വീഴുമ്പോഴോ അവർക്ക് ആ റിയാക്ഷൻ ടൈം കിട്ടായിരുന്നിട്ട് അവർ ഒന്നീ തല പോയി ഇടിക്കും, അല്ലെങ്കിൽ അവരുടെ ഏണ് പോയി ഇടിക്കും. എന്നിട്ട് അവിടെയൊക്കെയും ഫ്രാക്ചേഴ്സ് ഉണ്ടായെന്നാണ് നമ്മൾ പിന്നീട് കേൾക്കുന്നത്. സോ ഈ ഹിപ്പ് ഫ്രാക്ചർ വളരെ കോമൺ ആണ്. എസ്പെഷ്യലി നെക്ക് ഓഫ് ഫീമർ ഫ്രാക്ചർ എന്ന് പറയും, ഹിപ്പ് ഫ്രാക്ചേഴ്സ്. പിന്നെ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മെജോറിറ്റി ഓഫ് ദ ട്രീറ്റ്മെൻറ്റ് അതിനുള്ളത് ഹിപ്പ് റീപ്ലേസ്മെൻ്റ് ആണ്. അതിൻ്റേതായ ഒരു കാരണമെന്ന് പറയുന്നത് ഈ റിയാക്ഷൻ ടൈമാണ്. സോ ഈ റിയാക്ഷൻ ടൈം നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? നമ്മൾ ഒരു 50 ഇയേഴ്സ്, 45, 50 അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ബൈ 55 ഇയേഴ്സ്, ആ ഒരു 55 വയസ്സ് തൊട്ട് നമ്മൾ ഇതിൻ്റേതായ ട്രെയിനിങ് എന്ന് വെച്ചാൽ, ഈ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വലിയ അത്ലറ്റിക് ട്രെയിനിങ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാധാരണ ചെറിയ ചെറിയ ടാസ്ക്, പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സ് വളരെ വലുതാണ്. നമ്മളൊരു 60-70 വയസ്സ് വരെ നമ്മളൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുക. 70 കഴിഞ്ഞും മുമ്പോട്ട് ഈ ട്രെയിനിങ്ങിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് എപ്പോഴും നമ്മുടെ മൈൻഡിൽ കാണും. സോ നമ്മൾ ഈ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞിട്ട് അവർ പിന്നീട് വീട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് തന്നെ അതിൻ്റെ ഘടകങ്ങൾ ഓർമ്മ കാണും. അപ്പോൾ അവർ വീട്ടിലും ഇതേ ട്രെയിനിങ് ചെയ്യാവുന്നതാണ് സേഫായിട്ട്. ഒരുപക്ഷെ അവർക്ക് അതിനുള്ള കോൺഫിഡൻസ് ഇല്ലെങ്കിൽ സൂപ്പർവൈസ്ഡ് ആയിട്ട് മാത്രം ചെയ്യുക. ഒരു സെൻറ്ററിൽ വന്നിട്ടോ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിനെ കണ്ട് അതിൻ്റെ ട്രെയിനിങ് എടുക്കാവുന്നതാണ്. സോ ഈ പർട്ടിക്കുലർ ന്യൂറോ മസ്കുലർ ട്രെയിനിങ്, ഫെസിലിറ്റേഷൻ ട്രെയിനിങ്, ന്യൂറോ മസ്കുലർ ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മസിൽ സ്ട്രെങ്ത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ബട്ട് മസിൽ സ്ട്രെങ്ത് അല്ല എല്ലാം. സോ മസിൽ സ്ട്രെങ്ത് ഒരു കോമ്പണൻ്റാണ്. ആ കോമ്പണൻറ്റിൻ്റെ കൂടെ വരുന്നതാണ് ഈ ന്യൂറോ മസ്കുലർ ട്രെയിനിങ് എന്ന് പറയുന്നത്. അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ന്യൂറോ മസ്കുലർ. അപ്പോൾ നെർവ്സ്, ന്യൂറൽ സിസ്റ്റം എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്രെയിൻ, സ്പൈനൽ കോഡ്, അവിടുന്ന് വീണ്ടും മസിലിലോട്ട് കണക്ട് ചെയ്യുന്ന നെർവ്സ്, ഞരമ്പുകൾ, ഇതെല്ലാമാണ് ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മസിൽ റിയാക്ട് ചെയ്യേണ്ട ആ ടൈമിംഗ് കൺട്രോൾ ചെയ്യുന്നത് ഈ ന്യൂറൽ സിസ്റ്റമാണ്. സോ അതിനുള്ള പ്രിപ്പയർഡ്നെസ്സും ഈ ന്യൂറോ മസ്കുലർ സിസ്റ്റത്തിന് ഉണ്ടായിരിക്കണം. അത് വളരെ കോർഡിനേറ്റഡായിട്ട് നടക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണിത്. സോ അതിൻ്റെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് മസിൽ എൻഡ്യൂറൻസിലേക്ക് പോകാവുന്നതാണ്. മസിൽ എൻഡ്യൂറൻസ് എന്തിനാണെന്ന് ചോദിച്ചാൽ, ബേസിക്കലി മസിലിന് നേരിടുന്ന ഫറ്റീഗ് അല്ലെങ്കിൽ ക്ഷീണം കുറയ്ക്കുന്നതിനായിട്ട്. അപ്പോൾ ഈ ക്ഷീണം എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്?
അപ്പോൾ ഈ ചിലർ ഒത്തിരി ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് അയ്യോ വയ്യ ക്ഷീണമായി എന്ന് പറയുന്നത് അതൊരു വേറെ ഒരു ലെവലാണ്. പക്ഷേ ഒരു 60 വയസ്സായ ഒരു വ്യക്തി എനിക്ക് എൻ്റെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് മിറ്റം വരെ പോകാൻ വയ്യ, നടക്കാൻ വയ്യ, എനിക്ക് ക്ഷീണമാണ് എന്ന് പറയുന്നത് അതൊരു ഹയർ ലെവൽ ഓഫ് ഫെറ്റീഗാണ്. കഴിക്കാനായിട്ട് എഴുന്നേറ്റ് ഇരിക്കണമെന്ന് ചോദിക്കുന്നതും അതൊരു ഹയർ ലെവൽ ഓഫ് ഫെറ്റീഗാണ്. അപ്പോൾ ഈ ഫെറ്റീഗ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് 2 വിധമുണ്ട്. മസ്കുലർ ഫെറ്റീഗുണ്ട്, പിന്നെ കാർഡിയോവാസ്കുലർ ഫെറ്റീഗുണ്ട്. അത് ഹയർ സിസ്റ്റംസ് മറ്റ് ഓർഗൻസ് ഇൻവോൾവ് ആണെങ്കിൽ എഗെയിൻ അതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. അത് പ്രോപ്പറായിട്ട് ഹോസ്പിറ്റലിൽ പോയി പ്രോപ്പർ ചെക്കപ്പ് എടുത്ത് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതേ സമയത്ത് അതിനൊന്നും ഒരു കുഴപ്പമില്ല, ബ്ലഡ് പാരാമീറ്റേഴ്സ്, ബ്ലഡ് ടെസ്റ്റ് എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും നോർമലായിട്ടാണ് കാണിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള പക്ഷത്തിൽ നമ്മൾ മസ്കുലർ എൻഡ്യൂറൻസ് ട്രെയിനിങ്ങിന് എൻറോൾ ചെയ്യാവുന്നതാണ്. സോ ആ മസ്കുലർ എൻഡ്യൂറൻസ് ട്രെയിനിങ്ങിന് എൻറോൾ ചെയ്യാമെന്ന് വെച്ചാൽ ബേസിക്കലി എൻഡ്യൂറൻസ് എന്ന് വെച്ചാൽ ഉള്ള ഒരു വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. അതിൻ്റെ ബേസിക് കോൺസെപ്റ്റ് നമ്മൾ ഒരു കാര്യം എത്രത്തോളം നേരം നീട്ടി ചെയ്യാമോ അതാണ് ബേസിക്കലി എൻഡ്യൂറൻസ് എന്ന് പറയുന്നത്. ഒരു ഈസി എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ കായിക രംഗത്ത് നമ്മൾ ഈ 100 മീറ്റർ ഓടുന്നതും 5000 മീറ്റർ മാരത്തൺ ഓടുന്നതും തമ്മിൽ വ്യത്യാസം മനസ്സിലാകുമല്ലോ. അപ്പോൾ ഈ 100 മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു 9 പോയിൻറ്റ് സംതിങ്ങോ അല്ലെങ്കിൽ 10-11 സെക്കൻഡിൽ തീരുന്ന കാര്യമാണ് ഈ 100 മീറ്റർ എന്ന് പറയുന്നത്. അതേ സമയത്ത് എൻഡ്യൂറൻസ് റണ്ണിങ് ആണ് 5000 മീറ്റേഴ്സ് അല്ലെങ്കിൽ 10,000 മീറ്റേഴ്സ്. അത് ചിലപ്പോൾ മണിക്കൂറോളം നടക്കും. അപ്പോൾ അതാണ് ലെങ്തിയർ, സ്വല്പം കൂടെ സമയമെടുക്കുന്ന സ്പോർട്ടാണ്. അതിന് എൻഡ്യൂറൻസ് ആണ് ആവശ്യം, അവിടെ സ്ട്രെങ്ത് അല്ല ആവശ്യം. അതേ സമയത്ത് 100 മീറ്റർ ഓടാൻ സ്പ്രിൻറ്റിങ്ങിന് സ്ട്രെങ്ത് ആണ് ആവശ്യം, ആ പവറാണ് ആവശ്യം. ആ പവറും കൊണ്ടാണ് അവരത് നേടിയെടുക്കുന്നത്. സോ ആ ഒരു ബേസിക് വ്യത്യാസമാണ്. സോ ഈ എൻഡ്യൂറൻസിൻ്റെ അളവ് എത്രമാത്രം ഒരു വ്യക്തിയിലുണ്ടോ അത്രമാത്രം അവന് ക്ഷീണമില്ലാതെ ജോലി ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ, ഇവർക്ക് നടക്കാൻ ഒരു ഫ്രണ്ട്സുമായിട്ട് അല്ലെങ്കിൽ അയൽവക്കക്കാരുമായിട്ട് ഈവനിങ് നടക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നടന്ന് സ്വല്പം കഴിയുമ്പോഴത്തേന് എനിക്ക് വയ്യ, ക്ഷീണമായി, ഞാൻ ഒന്ന് ഇച്ചിരി നേരം ഇരുന്നിട്ട് പോകാം എന്നും പറഞ്ഞിരിക്കുന്നു. സോ അത് വല്ലപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ഒരു കാര്യത്തിൻ്റെ ആ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി റെസ്റ്റ് എടുത്തു, പിന്നെ എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ ഈ എൻഡ്യൂറൻസ് എന്ന് പറയുന്ന കാര്യം പലപ്പോഴും പലരും അതൊരു ഓപ്ഷണലായിട്ട് വിടുന്ന കാര്യമാണ്. പക്ഷേ അതിൻ്റെ സൈഡ് എഫക്ട്സ് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ആ വ്യക്തികൾ പിന്നെയും അവരുടെ എൻഡ്യൂറൻസ് കുറഞ്ഞ് പല ആക്ടിവിറ്റീസും അവർ ലിമിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്, അല്ലേ? ഈ പറയുന്ന പോലെ അതിന് പകരം ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോട്ടിവേഷനാണ്, മോട്ടിവേഷണൽ ഫാക്ടേഴ്സ്. ഇപ്പോൾ പ്രായമായ ഒരു വ്യക്തിക്ക് വേറെ നിവൃത്തിയില്ല, ആ വ്യക്തി തന്നെ എല്ലാം ചെയ്തേ പറ്റുമെന്നുള്ള ഒരു അവസ്ഥയാണെങ്കിൽ അവരൊരിക്കലും റെസ്റ്റ് എടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കത്തില്ല. അവർ നടന്നുകൊണ്ടേയിരിക്കും, അവരുടെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കും. വേദന കാണും, അവർക്ക് എന്തെങ്കിലും പ്രയാസം കാണും, അതിനുള്ള പരിഹാരം കണ്ടിട്ട് വീണ്ടും അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ അവരുടെ ഒരു ലൈഫ് സ്പാനും നോക്കിക്കഴിഞ്ഞാൽ ഹെൽത്തി ലൈഫ് സ്പാൻ, വളരെ ദീർഘവർഷം ആരോഗ്യത്തോടെ ഇരിക്കും. വർഷങ്ങൾ ഉയരോട്ടിരിക്കുന്നതിൻ്റെ കാര്യമല്ല, ആരോഗ്യത്തോടെ ഇരിക്കുന്നതിൻ്റെ കാര്യമാണ് നമ്മളിവിടെ പറയുന്നത്. സോ അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ 70 വയസ്സായി 80 വയസ്സായി അവരുടെ ആ ബ്ലഡ് പാരാമീറ്റേഴ്സ് എല്ലാം നോർമലായിരിക്കും. അതേ സമയത്ത് വേറെ ഒരു വ്യക്തി, അവർക്ക് വീട്ടിൽ സഹായികൾ തന്നെ 2 പേരുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ, അവർക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് അവരുടെ ആക്ടിവിറ്റി ലെവൽ വളരെ വളരെ ചുരുക്കമായിരിക്കും. സർ, ഈ മോട്ടിവേഷന് വേണ്ടിയിട്ട് ഇവർക്ക് നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? മോട്ടിവേഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു എൻകറേജ്മെൻ്റ് ആണ്. എൻകറേജ്മെൻറ്റ് മാത്രമല്ല, ആ ഒരു വ്യക്തി തന്നെ സ്വയമേ മനസ്സിലാക്കുന്നതാണ്, എനിക്ക് ഇന്ന ആക്ടിവിറ്റി കൂടിയേ തീരൂ. അപ്പോൾ അതിൻ്റെ പ്രയോജനങ്ങൾ മനസ്സിലാക്കിയാലേ അത് നടപ്പിലാക്കത്തുള്ളൂ. സോ അതിന് ബേസിക്കലി ആവശ്യമുള്ളത് ഒരു എഡ്യൂക്കേഷനാണ്. സോ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ മാധ്യമങ്ങളിൽ കൂടിയൊക്കെ ഇതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെ പോയി കൺസൾട്ട് ചെയ്യുമ്പോൾ, ഒരു പ്രൊഫഷണലെ പോയി കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ പറയുക എന്തിനാണ് നമ്മൾ ഇന്ന ടൈപ്പ് ഓഫ് ട്രെയിനിങ്ങിന് പോകുന്നത്, അതിൻ്റെ ആവശ്യം എന്താണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ പലരും ചിന്തിക്കുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ പിന്നെ എന്തിനാ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നത് അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നത്. പക്ഷേ നമ്മൾ ഒരു ഗുരുതരാവസ്ഥയിൽ പോയി ബ്ലഡ് വാല്യൂസൊക്കെ നോക്കിയിട്ട്
അയ്യോ ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, നമുക്കിത് ഓപ്പറേഷൻ ചെയ്തേ തീരൂ, അല്ലെങ്കിൽ ഇനിയും തൊട്ട് നിങ്ങൾ ജീവിതകാലം മൊത്തം മരുന്ന് എടുത്തേ പറ്റൂ, അങ്ങനെ ഒരു അവസ്ഥ വരുന്നേക്കാട്ടിലും നല്ലതല്ലേ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ബ്ലഡ് ടെസ്റ്റ് എടുത്ത് പ്രോപ്പർ ചെക്കപ്പ് എടുത്ത് ഓക്കെ ഇന്ന പാരാമീറ്റേഴ്സ് കൂടിയിരിക്കുന്നു, ഇത് കുറഞ്ഞിരിക്കുന്നു, ഒന്നും തന്നെ മാറ്റം ഇല്ലെങ്കിൽ എല്ലാം നോർമലാണെങ്കിൽ പോലും നമുക്ക് അടുത്ത വർഷം ഇതേ ബ്ലഡ് ടെസ്റ്റ് എടുക്കുന്നതിന് അതൊരു റെഫറൻസ് വാല്യൂ ആവും. കഴിഞ്ഞ വർഷം എൻ്റെ വാല്യൂസ് എന്തുമായിരുന്നു, ഈ വർഷം എങ്ങനെയുണ്ട്, അങ്ങനെയുള്ള ഫാക്ടേഴ്സൊക്കെ വളരെ ബേസിക്കാണ്. പക്ഷെ നമ്മുടെ ആൾക്കാർ പലരും ഇത് ഇഗ്നോർ ചെയ്യും. അപ്പോൾ ഇഗ്നോർ ചെയ്യുന്നതുകൊണ്ട് പിന്നെ പല വാല്യൂസും കൂടിക്കഴിഞ്ഞോ അല്ലെങ്കിൽ വളരെ ലേറ്റ് സ്റ്റേജിലായിരിക്കും. ഇത് ഇറിവേഴ്സിബിൾ സ്റ്റേജ് എന്ന് പറയും. അതിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, തിരിച്ചു മാറ്റാൻ പറ്റത്തില്ല, പക്ഷെ മരുന്ന് കഴിച്ചുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാം. അങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കും പലരും ഇത് കണ്ടുപിടിക്കുക. അതിന് പകരം നമ്മൾ റെഗുലറായിട്ട് പോയി ചെക്ക് ചെയ്യുക, അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുക. ഓക്കെ, പിന്നെ ഒരു സെൽഫ് റിയലൈസേഷൻ, അന്നൊക്കെ എന്നെ കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റുമായിരുന്നു, ഇപ്പോൾ അതുപോലെ പറ്റുന്നില്ല, അപ്പോൾ ബ്ലഡ് വാല്യൂസൊക്കെ നോർമലാണ്, അപ്പോൾ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഡോക്ടറെ എന്ന് ഒരു ഡോക്ടറിനെ കണ്ട് സംസാരിക്കുക. അപ്പോൾ ആ ഒരു ഡോക്ടർ നല്ലൊരു ഫിസിയോതെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പറഞ്ഞു വിടും. ആ ഫിസിയോതെറപ്പിസ്റ്റ് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ബേസിക്കലി ട്രീറ്റ്മെൻ്റ് അല്ല ഒരു ട്രെയിനിങ്. അല്ല, ഇന്നത്തെ കാലത്ത് ഫിസിയോതെറപ്പിസ്റ്റ് മാത്രമല്ല, അതിനുള്ള സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് എക്സ്പേർട്സ് പോലും ഉണ്ട്. ആ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് എക്സ്പേർട്സും അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ഏറ്റെടുക്കാറുണ്ട്. ട്രെയിനിങ്ങിൻ്റെ ഫേസ് ഓരോ ഫേസായിട്ട് പിരിച്ച് ഇന്നത്തെ ഇമ്പ്രൂവ്മെൻ്റ് എങ്ങനെ, ഒരു മാസം കഴിഞ്ഞ് എങ്ങനെ ചെയ്യുന്നു, എങ്ങനെ പെർഫോം ചെയ്യുന്നു, അതിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. വിത്ത് ഇൻക്ലൂഡിങ് ചേഞ്ചസ്, റിസൾട്ട്സ് എല്ലാം കാണിക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻസ് പോലും ഉണ്ട്. സോ അതുപോലെ നമ്മൾ അഡ്വാൻസ്ഡ് ആണ്. സോ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ബേസിക്കലി ആൾക്കാർക്ക് മോട്ടിവേഷൻ വേണം. ആ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ ഇതെല്ലാം സാധ്യമാണ്. നമ്മൾ നാളെ കഴിവതും ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കണം. എത്രത്തോളം സഹായികളുണ്ടെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. വീട്ടുകാര്യമായാലും നമ്മുടെ ഏതൊരു കാര്യമായാലും നമ്മൾ തന്നെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ബെനിഫിറ്റ്സ് കാണും. കോമൺ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ത്രീകളും അവർ ഈ ബാക്ക് പെയിനുമായിട്ടൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ അവർ പറയാറില്ല. അതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ്. ചിലർ പറയും ഞാനറിയാതെ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ യൂറിൻ ലീക്കാവും എന്ന് പറയും. ചിലർ പറയും. ചിലരോട് നമ്മൾ അങ്ങോട്ട് ചോദിച്ചാൽ അതുണ്ട്, അതിന് ഞാൻ മരുന്നെടുക്കുന്നുണ്ടെന്ന് പറയും. സോ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതും ഒരു മസിലിൻ്റെ വീക്ക്നെസ് കാരണം വരുന്ന കാര്യങ്ങളാണത്. ചിലപ്പോൾ എൻഡ്യൂറൻസ് ആയിരിക്കാം. ചിലർ പറയും സ്വല്പ ദൂരം നടന്നാൽ ഒന്നും കുഴപ്പമില്ല, ഒരു 20 മിനിറ്റൊക്കെ നടന്നു കഴിയുമ്പോഴത്തേന് ടയർഡാവും, നടുവേദന എടുക്കാൻ തുടങ്ങും, പിന്നെ അറിയാതെ ചിലപ്പോൾ യൂറിൻ ലീക്കാവും. ഇന്നത്തെ കാലഘട്ടത്തിൽ ആണുങ്ങൾക്ക് പോലും കാണാറുണ്ട്, അവർക്ക് പോലും ഉണ്ട്. കാരണം ഈ രണ്ടുപേരെയും പെൽവിക് ഫ്ലോർ വീക്കായി പോവുക. കാരണം ഇതിൻ്റെ ബേസിക് റീസൺ എന്ന് വെച്ചാൽ ആണുങ്ങൾ ഇന്നത്തെ ജോബ് സിറ്റുവേഷൻസിൽ ഒത്തിരി പേരും കൂടുതൽ ഇരുന്നുള്ള ജോലിയാണ്. ഇരുന്നുള്ള ജോലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹിപ്പിലുള്ള ബോൺസ്, ഹിപ്പ് പെൽവിസിലുള്ള മസിൽസൊക്കെ പലരും യൂസ് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ റെസ്റ്റിംഗ് പൊസിഷനിലാണ്, അതിന് യൂസില്ലാതെ അത് റെസ്റ്റ് ചെയ്യുവാണ്. റെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, അതിൻ്റെ നോർമൽ ടോൺ പോലും കുറഞ്ഞു പോകും. ടോൺ ഇല്ലാതാകത്തില്ല, പക്ഷേ ടോൺ കുറഞ്ഞു പോവുകയാണ്. സോ അങ്ങനെ ടോൺ കുറഞ്ഞു പോകുമ്പോൾ ഇവർക്കൊക്കെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരാറുണ്ട്. അവർ പക്ഷേ അതൊരു ഫിസിക്കൽ പ്രോബ്ലമായിട്ട് റിയലൈസ് ചെയ്യുന്നില്ല. അവർ വിചാരിക്കുന്നത് ഇതൊക്കെ മരുന്നെടുത്താൽ ശരിയാവുന്ന കാര്യങ്ങളായിരിക്കും, അതുകൊണ്ട് മരുന്നെടുക്കുക, അതിനനുസരിച്ചുള്ള മരുന്നെടുക്കുക, അത് ആരെങ്കിലും പോയി കണ്ട് അതിനുള്ള മരുന്ന് വാങ്ങിക്കുക, അല്ലെങ്കിൽ ചുമ്മാ വൈറ്റമിൻസ് കഴിക്കുക. വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണമായിരിക്കും ഇങ്ങനെ വരുന്നത്. അതിൻ്റെ ശരിക്കുമുള്ള ബാക്ക്ഗ്രൗണ്ട് അവർ മനസ്സിലാക്കുന്നില്ല. അതേസമയത്ത് ഇന്നത്തെ കാലത്ത് ഫിസിയോതെറപ്പിയിൽ അതിനുള്ള സ്പെഷ്യലിസ്റ്റ് പോലും ഉണ്ട്. പെൽവിക് ഫ്ലോർ സ്പെഷ്യലിസ്റ്റ് എന്നും പറഞ്ഞ് തന്നെ അത് മാത്രം ഡീൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫീമെയിൽസിന് ഇതിനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അവർ ഈ പ്രഗ്നൻസി ഡെലിവറിയിലുള്ള പ്രോസസ്സിൽ കൂടെ പോകുന്നുണ്ട്. ആ മസിലിന് എക്സ്ട്രാ ലോഡും എക്സ്ട്രാ ആയിട്ടുള്ള എഫേർട്സൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. സോ അതിൻ്റെ സെക്കൻഡറി പ്രോബ്ലംസ് ആയിട്ട് ഇങ്ങനെയൊക്കെ നടക്കാറുണ്ട്. സോ അത് കാരണം പ്രേക്ഷകർ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നേരിടുന്ന ഏതൊരു പ്രശ്നവും വളരെ ലാഘവത്തോടെയോ നിസ്സാരമായിട്ടോ കാണാൻ പാടില്ല. അതിനായിട്ടാണ് വളരെ ദർശനത്തോടെയാണ് ബ്രദർ ഡോക്ടർ മാത്യു സോഗിസ് ഇങ്ങനെ ഒരു ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുകയും പ്രായത്തിൽ വളരെ നേരത്തെ ഒരു 45 വയസ്സോ 50 വയസ്സോ തൊട്ടേ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇതിൻ്റേതായ ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്യുകയും പാക്കേജ് ആയാലും എങ്ങനെയായാലും അതിൻ്റെ ഫെസിലിറ്റീസ് യൂട്ടിലൈസ് ചെയ്ത് വളരെ ഹെൽത്തി ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ മുമ്പോട്ട് കൊണ്ടുപോകാനും നിങ്ങളുടെ ബോഡിയെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാനുള്ള വളരെ
യുണീക്കായിട്ടുള്ള ഒരു സംരംഭമാണ് ഇത്. അത് നിങ്ങൾ ദയവ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുക. സോ നിങ്ങൾ സെൽഫ് മോട്ടിവേറ്റഡ് ആകുക. നിങ്ങളുടെ ശരീരം നിങ്ങളെക്കാട്ടിലും കൂടുതൽ ആർക്കും ഉപയോഗപ്പെടുത്തില്ല. സോ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊള്ളുക. അതാണ് എൻ്റെ മെസ്സേജ്. സർ, അപ്പോൾ ഈ മസിൽ എൻഡ്യൂറൻസ് ട്രെയിനിങ് എന്ന് പറഞ്ഞു, അപ്പോൾ അതിന് നമ്മൾ എന്ത് ട്രെയിനിങ് ആയിരിക്കും കൊടുക്കുന്നത്? മസിൽ എൻഡ്യൂറൻസ് ട്രെയിനിങ് എന്ന് വെച്ചാൽ നമ്മുടെ ബേസിക്കലി ഞാൻ പറയുന്ന ടെർമിനോളജി ലെസ് ലോഡ് ആൻഡ് മോർ റെപ്പറ്റീഷൻസ്. അതായത് സ്ട്രെങ്ത് ട്രെയിനിങ്ങിൻ്റെ മറുഭാഗമാണ്. അത് എൻ്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റാണ്. സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് നമ്മൾ കൊടുക്കാറുള്ളത് കൂടുതൽ വെയിറ്റ് കൊടുത്തിട്ട് റെപ്പറ്റീഷൻ കുറയ്ക്കും. അതേ സമയത്ത് അവിടെ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ മസിൽ ഹൈപ്പർട്രോഫി, മസിലിൻ്റെ സൈസ് കൂടുക, അതാണ് അതിൻ്റെ റെസ്പോൺസ്. അതേ സമയത്ത് മസിൽ എൻഡ്യൂറൻസ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി കൊടുക്കുന്ന എക്സസൈസസ് നമ്പർ ഓഫ് റെപ്പറ്റീഷൻസ് കൂട്ടുക. അതായത് 10 പ്രാവശ്യം ചെയ്തുകൊണ്ടിരുന്നത് ഈ ആഴ്ച ഒരു 20 പ്രാവശ്യം ചെയ്യിപ്പിക്കുക. പിന്നെ അവിടെ നിന്ന് പിന്നെയും വാല്യൂസൊക്കെ നോക്കിയിട്ട് പേഷ്യൻ്റെ കപ്പാസിറ്റി നോക്കിയിട്ട് സ്വല്പം കൂടെ കൂട്ടാൻ പറ്റുമോ നോക്കുക. ഒരു 25 റെപ്പറ്റീഷൻസ് നോക്കുക. അത് അങ്ങനെ വളരെ മോണിറ്റേർഡായിട്ട് കൂട്ടിക്കൊണ്ട് പോവുക. അതാണ് എൻഡ്യൂറൻസ് ട്രെയിനിങ്. അതേ സമയത്ത് ലോഡും വളരെ ലെസ്സായിരിക്കും, വലിയ ലോഡ് വയ്ക്കത്തില്ല. സോ ആ ലോ ലോഡിൽ മോർ നമ്പർ ഓഫ് റെപ്പറ്റീഷൻസ് എന്ന് പറയുന്നതാണ് മസിൽ എൻഡ്യൂറൻസ് ട്രെയിനിങ്. പക്ഷേ സാധാരണ ചെയ്യുന്ന മസിൽ എൻഡ്യൂറൻസ് ട്രെയിനിങ്ങിനെക്കാട്ടിലും വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ സീനിയർ സിറ്റിസൻസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും കെയർ എടുക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് പല വേറെ കോമോർബിഡിറ്റീസ് കാണും. ഇപ്പോൾ കോമോർബിഡിറ്റീസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ ഡയബറ്റിക് ആയിരിക്കാം, ചിലപ്പോൾ ഹൈപ്പർ ടെൻസീവ് ആയിരിക്കാം, അതായത് ഷുഗർ പ്രോബ്ലംസ് കാണും, ഹൈ ഷുഗർ വാല്യൂസ് കാണും, അല്ലെങ്കിൽ പ്രഷർ കൂടുതലാണെന്ന് പറയത്തില്ലേ, അത് ഹൈപ്പർ ടെൻഷൻ കാണും, അല്ലെങ്കിൽ ഈ തൈറോയിഡിൻ്റെ വേരിയേഷൻസ് കാണും. അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് വേണം അവർക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് കൊടുക്കാൻ. ലോഡ് കുറവാണെങ്കിൽ പോലും, പ്രത്യേകിച്ച് ഓസ്റ്റിയോപൊറോട്ടിക് ആയിട്ടുള്ള വ്യക്തികൾ, ആണുങ്ങളായാലും സ്ത്രീകളായാലും, അവർക്ക് കൂടുതൽ റെപ്പറ്റീഷൻ കൊടുത്താലും അതും ഡേഞ്ചറസ് ആണ്. സോ ഇതൊക്കെ മോണിറ്റർ ചെയ്തിട്ട് വേണം നമ്മൾ ഈ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്ത് അവരെയും കൊണ്ട് ഈ എക്സസൈസൊക്കെ ചെയ്യിപ്പിക്കാനായിട്ട്. അത് വളരെ സൂക്ഷ്മമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷേ അതിൻ്റെ ബെനിഫിറ്റ്സ് വളരെ അധികമാണ്. സോ സൈഡ് ബൈ സൈഡ് ഈ മസിൽ എൻഡ്യൂറൻസ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ്, കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസും കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഒരുപക്ഷെ ലങ് ഫങ്ഷൻസ് കുറവാണെങ്കിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കോവിഡ് കഴിഞ്ഞിട്ട് ഒത്തിരി പേർക്ക് ലങ്സിൻ്റേതായ കംപ്ലയിൻറ്റും, നിൽക്കാത്ത ചുമ, തുടർന്ന് ചുമച്ചുകൊണ്ടേയിരിക്കുക, അങ്ങനെയൊക്കെ പല കംപ്ലയിൻസ് ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അതിനുള്ള ട്രെയിനിങ്ങും കൊടുക്കും. ഈ ലങ്സിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അഗെയിൻ ഇറ്റ് ഈസ് എ വെരി ബ്രോഡ് ടോപ്പിക്. പക്ഷേ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സിൻ്റെ അകത്ത് പല ചെറിയ ചെറിയ സാക്സാണ് ഉള്ളത്. ഈ സാക്കിൽ കൂടെ എല്ലാം കാറ്റ് കയറി ഇറങ്ങണം. പക്ഷേ നോർമലായിട്ട് ഇപ്പോൾ പറഞ്ഞാൽ വെറുതെ ചുമ്മാ ഒരു വ്യക്തി ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു 10% എയർ മതി ആ വ്യക്തിക്ക് സർവൈവ് ആകാനായിട്ട്. ലങ്സിൻ്റെ കപ്പാസിറ്റിയുടെ 10% പോലും വേണ്ട. കാരണം അതിനുള്ള ഓക്സിജൻ മതി, വേറെ ജോലിയൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആ ഓക്സിജൻ കപ്പാസിറ്റി മതി. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ആ വ്യക്തി അതിനോട് അഡാപ്റ്റ് ആയിക്കഴിഞ്ഞാൽ നാളെ പെട്ടെന്ന് ഒരു 2 ഫ്ലോർ കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അണയ്ക്കാൻ തുടങ്ങും, ശ്വാസം മുട്ടും. സോ ആ പുള്ളിക്ക് ആ കക്ഷിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. പക്ഷേ ഈ ലങ്സിൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ എൻഡ്യൂറൻസ് കുറവാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ മസ്കുലർ എൻഡ്യൂറൻസും കാർഡിയോ റെസ്പിറേറ്ററി എൻഡ്യൂറൻസും രണ്ടും സൈഡ് ബൈ സൈഡായിട്ട് പോകേണ്ട ട്രെയിനിങ്സാണ്. സോ അതിനുള്ള പാരാമീറ്റേഴ്സ് മെഷർ ചെയ്തിട്ട് അത് കറക്റ്റായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ആ വ്യക്തിക്ക് ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മസിൽ ടയർഡ്നെസ്സും അറിയത്തില്ല. അതേ സമയത്ത് വിമിഷ്ടം അല്ലെങ്കിൽ ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി കാണത്തില്ല. സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ 2 കോമ്പണൻസ് ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളത്. സോ ഇതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് കുറച്ച് ടെക്നിക്കലായിട്ട് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ മസിലിന് 2-3 വിധമായിട്ടുള്ള ഫൈബേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു 100 മീറ്റേഴ്സ് ഓടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ 100 മീറ്റർ ഓടുന്ന വ്യക്തിക്ക് കൂടുതലും ടൈപ്പ് 1 ഫൈബേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ ഫാസ്റ്റ് ഗ്ലൈക്കോലൈറ്റിക് എന്ന് പറയും. അതേസമയത്ത് സ്ലോ ഓക്സിഡേറ്റീവ് ഫൈബേഴ്സ് വേറെ ഉണ്ട്. സോ അതായിരിക്കും കൂടുതലും ഈ മാരത്തൺ റണ്ണേഴ്സിനുള്ളത്. അവർക്ക് കൂടുതൽ ഓക്സിജനാണ് ആവശ്യം. അതേസമയത്ത് ഫാസ്റ്റായിട്ട് ക്വിക്കായിട്ട് ഓടുന്നവർക്ക് കൂടുതലും ബേസ്റ്റ് ഓഫ് എനർജിയാണ്. മസിലിൽ തന്നെ സ്റ്റോർഡ് ആയിട്ടുള്ള എനർജി ആയിരിക്കും കൂടുതലും യൂട്ടിലൈസ് ചെയ്യുക. സോ അതുപോലെ അവരുടെ ആ ട്രെയിനിങ്ങിൽ തന്നെ വരുന്ന ഒരു ഫിസിയോളജിക്കൽ എഫക്റ്റ് എന്ന് പറയും.
ബോഡി അഡാപ്റ്റേഷൻ തന്നെ പറയും. അവർ കൂടുതലും അവിടെ സ്റ്റോർഡ് ആയിട്ടുള്ള എനർജിയും കൊണ്ട് മാക്സിമം പെർഫോം ചെയ്യാൻ നോക്കും. അതേസമയത്ത് മാരത്തൺ റണ്ണേഴ്സ് കൂടുതലും ഓക്സിജൻ യൂട്ടിലൈസ് ചെയ്ത് ആ സ്പീഡും കാര്യങ്ങളുമൊക്കെ പതുക്കെ കൊണ്ടുപോയിട്ട് യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കും. സോ ഈ ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ ഈ എൻഡ്യൂറൻസ് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഈ മസിൽ എൻഡ്യൂറൻസിനുള്ള മസിൽ ഫൈബേഴ്സ് ആയിരിക്കും കൂടുതൽ ഡെവലപ്പ് ആകുക ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിൽ. കൂടുതലും ഡെവലപ്പ് ആകുക എന്ന് പറയാം, അല്ലെങ്കിൽ റെഗുലർ റേഷ്യോയെക്കാട്ടിലും റേഷ്യോ സ്വല്പം ഇംപ്രൂവൈസ്ഡ് ആകും. സോ അതാണ് അവിടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇമ്പ്രൂവ് ആകുമ്പോൾ സ്വാഭാവികമായിട്ട് മസിലിന് കൂടുതൽ ഓക്സിജൻ ചെല്ലണം. അപ്പോൾ മസിലിന് ഓക്സിജൻ ചെല്ലുക എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? ബ്ലഡിൽ നിന്നാണ്. അപ്പോൾ ബ്ലഡ് സപ്ലൈ കൂടും, ആ പർട്ടിക്കുലർ മസിലിലോട്ടുള്ള ബ്ലഡ് സപ്ലൈ കൂടും. അവിടെ നിന്നുള്ള വേസ്റ്റ് പ്രോഡക്ട്സ് വാഷ് ഔട്ട് ആകും. അവിടെ എൻഡ് പ്രോഡക്റ്റ്, ഈ എനർജി ഡെവലപ്പായിട്ട് ബാക്കി വരുന്ന എൻഡ് പ്രോഡക്റ്റ് ഉണ്ട്. നമ്മൾ എല്ലാത്തിനും ഒരു എൻഡ് പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ആ എൻഡ് പ്രോഡക്റ്റും മസിലിൽ നിന്ന് വാഷ് ഔട്ട് ആകും. അതുപോലെ അപ്പോൾ അവിടെ ഓക്സിജൻ്റെ ഡിമാൻഡ് കൂടുകയാണ്. അപ്പോൾ ആ ഓക്സിജൻ്റെ ഡിമാൻഡ് കൂടുമ്പോൾ അന്നേരമാണ് ഒരു വ്യക്തി ഓട്ടം കഴിഞ്ഞിട്ട് അണയ്ക്കുക എന്ന് പറയുന്നത്. സാധാരണമായിട്ട് പോലും ഇപ്പോൾ ഏതൊരു കായിക രംഗത്തുള്ള വ്യക്തിയാണെങ്കിൽ പോലും ഓടിക്കഴിഞ്ഞിട്ട് അണയ്ക്കുമല്ലോ. ആ അണയ്ക്കുക എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഓക്സിജൻ ഡെഫിസിറ്റ് സാറ്റിസ്ഫൈ ചെയ്യുക. ബാക്കി ഇനിയും കൂടുതൽ ഓക്സിജൻ അകത്തോട്ട് എടുക്കുകയാണ്. ബ്രീത്തിങ്ങിൽ കൂടെ വളരെ ഫാസ്റ്റായിട്ട് ഓക്സിജൻ എടുത്ത് ആ ഡെഫിസിറ്റ് വന്നതെല്ലാം റീഫിൽ ചെയ്യുകയാണ്. സോ അങ്ങനെയുള്ള ബെനിഫിറ്റ്സാണ് ഈ ബേസിക്കലി എൻഡ്യൂറൻസ് ട്രെയിനിങ്ങിൽ കൂടെ ഉണ്ടാകുന്നത്. സോ ഫൈബറിൻ്റെ സൈസ്, എൻഡ്യൂറൻസിന് ആവശ്യമായ ഫൈബറിൻ്റെ സൈസ് ഡെവലപ്പ് ചെയ്യുക, മസിൽ ഫൈബർ ടൈപ്സ് ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അതിനുള്ള ബ്ലഡ് സപ്ലൈ കൂട്ടുക, ആ ബ്ലഡ് സപ്ലൈ കൂടി കൂടുതൽ ഓക്സിജൻ കൊടുക്കുക. ഇങ്ങനെയുള്ള ബെനിഫിറ്റ്സാണ് ഈ എൻഡ്യൂറൻസ് ട്രെയിനിങ്ങിൽ കൂടെ ഉണ്ടാകുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഒരു മോർണിംഗ് വാക്കിന് പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഈവനിങ് വാക്കിന് പോവുകയാണെങ്കിലും കഴിവതും പ്രായമുള്ളവർ തനിച്ച് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കൂടുതലും അവരുടെ അയൽവക്കക്കാരെയോ സ്വന്തക്കാരെയോ ബന്ധുക്കാരെയോ ഒക്കെ വിളിച്ചുകൊണ്ട് എപ്പോഴും ഒരു കമ്പനി വേണം കൂടെ. ഇപ്പോൾ വെളിനാടുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതുപോലും ഇല്ലാതെ അവർ കൂടെ ഉള്ള പെറ്റ്സിനെയാണ് നടക്കാനൊക്കെ കൊണ്ടുപോകാറുള്ളത്. പക്ഷേ നമ്മുടെ ഈ സാഹചര്യത്തിൽ നമ്മുടെ സമപ്രായത്തിലുള്ള അയൽവക്കക്കാരോ അല്ലെങ്കിൽ ബന്ധുക്കാരോ ഉണ്ടെങ്കിൽ അവരുമായിട്ട് പോകാം. കാരണം എന്തെങ്കിലും കാരണവശാൽ ഒരു എമർജൻസി ഉണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കൂടെ ഒരാൾ കാണും, ഒരു അലാം റേസ് ചെയ്യാൻ ഒരാൾ കാണും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും പല കാര്യങ്ങളുണ്ട്, നമുക്ക് തുടർന്നുള്ള എപ്പിസോഡുകളിൽ അത് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഹോപ്പ് സീനിയർ സിറ്റിസൺ സെൻറ്ററിലെ അഡ്വാൻസ് ഫിസിക്കൽ ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് ഇത്രയധികം ഇൻഫോർമേറ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന ജിബു സാറിന് നന്ദി. ഇനിയും കൂടുതൽ ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി.